പ്രിയ വിദ്യാർത്ഥികളെ നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അക്കൗണ്ടിംഗ് എന്താണ്, അക്കൗണ്ടൻസി എന്താണ്, ബുക്ക് കീപ്പിംഗ് എന്താണ്, ഇവയെ പറ്റി എല്ലാം വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ മുന്നോട്ടുള്ള പഠനം ഇനി ആ ഡെഫിനിഷനെ ബേസ് ചെയ്താണ് പോവുക. ആ ഡെഫിനിഷനിൽ പറയുന്നുണ്ട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഭാഗം ബിസിനസ് ട്രാൻസാക്ഷൻ എന്താണ്, ബിസിനസ് ഇവന്റ്സ് എന്താണ്, അതേപോലെ തന്നെ ഡെഫിനിഷനെ ബേസ് ചെയ്ത് അക്കൗണ്ടിങ്ങിന്റെ ഫീച്ചേഴ്സ് ഓർ നേച്ചർ ഇവ എന്താണ്, ഇതെല്ലാമാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലെ പഠന വിഷയം. അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ഡെഫിനിഷനെ ബേസ് ചെയ്താണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ് മുന്നോട്ട് പോകുക. അക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്, accounting is the art of recording, classifying and summarizing in a significant manner and in terms of money, transactions and events which are in part at least of a financial character and interpreting the results thereof. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കലയാണെന്നാണ് പറയുന്നത്. എന്ത് കലയാണ്? ഒരു ബിസിനസ്സിലെ ക്യാഷിന്റെ രൂപത്തിൽ രേഖപ്പെടുത്താവുന്ന അല്ലെ ക്യാഷിന്റെ രൂപത്തിൽ മെഷർ ചെയ്യാവുന്ന അളക്കാവുന്ന എന്തെങ്കിലും ട്രാൻസാക്ഷൻ ബിസിനസ്സിൽ നടന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവന്റ്സ് ബിസിനസ്സിൽ നടന്നാൽ അത് റെക്കോർഡ് ചെയ്യുക, അതിനെ തരംതിരിക്കുക, ക്ലാസിഫൈ ചെയ്യുക, അതിനെ സമ്മറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മീനിങ് ഫുൾ ആയിട്ട് സമ്മറൈസ് ചെയ്ത് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുക. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്നത് വഴി നമുക്ക് ഒരു ബിസിനസ് സ്ഥാപനം ഈ വർഷം ലാഭമാണോ, പ്രവർത്തന ഫലം ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടെത്താൻ പറ്റും. അതുപോലെ ബാലൻസ് ഷീറ്റ് വഴി ആ ബിസിനസ് സ്ഥാപനത്തിന്റെ അസറ്റ് എത്ര, ലയബിലിറ്റി എത്ര, ആസ്തികൾ എത്ര, ബാധ്യത എത്ര എന്ന് വെളിപ്പെടുത്തുന്നതാണ് ബാലൻസ് ഷീറ്റ്. അതിനുശേഷം ഇത് ഈ വർഷത്തെയും കഴിഞ്ഞ വർഷത്തെയും അല്ലെങ്കിൽ ആ റിസൾട്ടിനെ പറ്റി വിശകലനം ചെയ്ത് അത് അതിന്റെ ഓണർക്ക് അല്ലെ മാനേജേഴ്സിന് അത് എത്തിച്ചു കൊടുത്ത് സമയാസമയങ്ങളിൽ എത്തിച്ചു കൊടുത്ത് അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ഒരു കല. കാരണം എന്ത് പ്രവൃത്തി ചെയ്താലും അത് വളരെ നന്നായിട്ടും ചെയ്യാം, മോശമായിട്ടും ചെയ്യാം. വളരെ നന്നായിട്ട് ഓരോ തവണ എത്ര നന്നായിട്ട് മനോഹരമാക്കാൻ പറ്റുമോ അതിനാണ് കല എന്ന് പറയുന്നത്. അത് കലാപരമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു കലയുടെ പ്രത്യേകത എന്താ? അത് വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ കൂടുതൽ പെർഫെക്ഷൻ കിട്ടും. അതുപോലെ ഏറ്റവും മനോഹരമായിട്ട് ആ ഇൻഫർമേഷൻ ആളുകളിൽ എത്തിച്ച്, വേണ്ടപ്പെട്ട ആളുകളിൽ എത്തിച്ച് അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സഹായകരമാകുന്ന രീതിയിൽ എത്തിക്കുക. അത് ഏറ്റവും നന്നായിട്ട് ചെയ്താൽ അത് ഏറ്റവും നന്നായിട്ട് കലാപരമായിട്ട് ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് അക്കൗണ്ടിങ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട രണ്ട് ടേംസ് ആണ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ്. അതിനെ പറ്റിയാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്. എക്കണോമിക് ഇവന്റ്സ്. ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളൊരു കൊമേഴ്സ് സ്റ്റുഡന്റ് ആണെങ്കിലും നമ്മൾ അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ നിങ്ങൾ ബിസിനസ് സ്ഥാപനത്തിലെ അക്കൗണ്ടന്റ് ആണ്. അന്നേരം ബിസിനസ് എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് ബിസിനസ് സ്ഥാപനത്തിലെ അക്കൗണ്ടിനെ പറ്റി, ബിസിനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഒരു സ്റ്റേഷനറി കട ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു സ്റ്റേഷനറി കട, അവിടെ എന്താണ് നടക്കുക? ഒരു ബിസിനസ് ആണ്. ബിസിനസ് എന്തിനു വേണ്ടിട്ട്? ഇതിപ്പോൾ ആ സ്റ്റേഷനറി കടയുടെ ഉടമയുടെ പേര് രാജൻ എന്നാണെന്ന് കരുതുക. ആ രാജൻ എന്തിനാണ് ആ ബിസിനസ് തുടങ്ങിയത്? അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗത്തിനായിട്ടാണ് ബിസിനസ് തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ ആ ബിസിനസ് നടത്തി ലാഭം അല്ലെ പ്രോഫിറ്റ് നേടിയിട്ട് വേണം അയാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, വീട്ടു ചെലവ് നടത്താൻ, അല്ലെങ്കിൽ ബിസിനസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്രോഫിറ്റ് വേണം. ഓക്കെ, അന്നേരം ആ ബിസിനസ്സിൽ ലാഭം നേടാൻ അദ്ദേഹം എന്ത് ചെയ്യണം? ചില ട്രാൻസാക്ഷൻസ് നടത്തണം. എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് തുടങ്ങി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവിടെ ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താ? നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്റ്റേഷനറി കടയിൽ എന്താ നടക്കുന്നത്? ബൈയിങ് ആൻഡ് സെല്ലിങ് നടക്കുന്നുണ്ട്. ഗുഡ്സ് മേടിച്ചിട്ട് 100 രൂപയ്ക്ക് മേടിക്കുന്ന ഗുഡ്സ് 10% 10% പ്രോഫിറ്റ് എടുത്ത് 110 രൂപയ്ക്ക് വിൽക്കുന്നു. അങ്ങനെയാണ് പല ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ. മറ്റ് ബൈയിങ് ആൻഡ് സെല്ലിങ് മാത്രമല്ല ബിസിനസ് നടക്കുന്ന ട്രാൻസാക്ഷൻസ്. പിന്നെ എന്താണ്? അത് ആ ബിൽഡിങ് വാടകയ്ക്കാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അതിന് റെന്റ് കൊടുക്കണം. അതുപോലെ ലോൺ എടുത്താണ് ബിസിനസ് തുടങ്ങിയെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അഡ്വർടൈസ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പരസ്യത്തിന് പൈസ കൊടുക്കണം, അഡ്വർടൈസ്മെന്റ് കൊടുക്കണം, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് കൊടുക്കണം. അതേപോലെ ബിസിനസ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഉണ്ട്. നിങ്ങളത് ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കും. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഉണ്ട്, പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് ബിസിനസ് ഉണ്ട്, ട്രേഡിംഗ് ബിസിനസ് ഉണ്ട്, ബസ് സർവീസ് സേവനങ്ങൾ നൽകുന്ന ബിസിനസ് ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ബിസിനസ് ഉണ്ട്. ഓക്കെ, അന്നേരം ബിസിനസ് എന്ന് പറയുന്നത് എന്താ? ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണ്. എക്കണോമിക് ആക്ടിവിറ്റി, ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി.
എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ പെർഫോംഡ് ത്രൂ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ്. എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ പെർഫോംഡ് ത്രൂ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ്. ഇവന്റ്സ് എന്ന് പറയുന്നത് എന്താ പറഞ്ഞിട്ടുണ്ട്? ഔട്ട്കം ഓഫ് ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷൻസ് നടത്തുന്നതിന്റെ പരിണിത ഫലമാണ്, അതിന്റെ ഔട്ട്പുട്ടാണ്, ഔട്ട്കം ആണ് ഇവന്റ്സ് എന്ന് പറയുക. ഓക്കെ, അന്നേരം ബിസിനസ് എന്ന് പറയുന്ന ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. എക്കണോമിക് ആക്ടിവിറ്റീസിൽ നിരവധി ട്രാൻസാക്ഷൻസും ഇവന്റ്സും നടക്കും എന്നാണ് പറഞ്ഞത്. ലോട്ട്സ് ഓഫ് എക്കണോമിക് events takes place in a business organization. An event is the result of certain transactions and which are measurable in terms of money. Event എന്ന് പറയുന്നത്, event is the result of certain transaction. പല ട്രാൻസാക്ഷന്റെ ഔട്ട്പുട്ട് ആണ്, ഔട്ട്കം ആണ്, പരിണിത ഫലമാണ് ഇവന്റ് എന്ന് പറയുന്നത്. which are measurable in terms of money. ക്യാഷിന്റെ രൂപത്തിൽ അല്ലെ പൈസയുടെ രൂപത്തിൽ നമുക്ക് അളക്കാവുന്നതായിരിക്കണം ആ ഇവന്റ്സ്, അതിന്റെ എഫക്ട്, ഔട്ട്കം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബിസിനസ് സ്ഥാപനമാണല്ലോ രാജൻ ട്രേഡേഴ്സ്. ആ രാജൻ ട്രേഡേഴ്സ് സ്റ്റേഷനറി ഷോപ്പാണ് നടത്തുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവിടെ എന്താ ഇൻവെസ്റ്റ് ചെയ്തു, അതിനുശേഷം സപ്ലയറുടെ അടുത്ത് നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തു, കൺസ്യൂമേഴ്സിന് അല്പം പ്രോഫിറ്റ് ഒക്കെ എടുത്ത് ഗുഡ്സ് വിറ്റു. അങ്ങനെ നിരവധി ട്രാൻസാക്ഷൻസ് നടന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന റെന്റ് കൊടുത്തു, അല്ലെങ്കിൽ എംപ്ലോയീസ് ഉണ്ട്, എംപ്ലോയീസിന് സാലറി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്താണ് മിച്ചം, എന്താണ് ഔട്ട്കം, ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തിയിട്ട് എന്താണ് അതിന്റെ റിസൾട്ട്, ആ റിസൾട്ടാണ് ഇവന്റ്. അതായത് ഉദാഹരണത്തിന് 13,000 രൂപ പ്രോഫിറ്റ് ഉണ്ട് ഈ ബിസിനസ് നടത്തിയപ്പോൾ, അതിന്റെ ഔട്ട്കം എന്താണ്? 13,000 രൂപ പ്രോഫിറ്റ് നേടി, അതാണ് ഔട്ട്കം. അതിനാണ് ഇവന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇവന്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ട്രാൻസാക്ഷൻസ് ആൻഡ് വിച്ച് ആർ മെഷറബിൾ ഇൻ ടൈംസ് ഓഫ് മണി. അതെന്താ മെഷറബിൾ ഇൻ ടൈംസ് ഓഫ് മണി എന്ന് പറയുന്നത്? ഇതിപ്പം ഇതിന്റെ ഔട്ട്കം നമ്മൾ 13,000 രൂപ എന്ന് കണ്ടെത്തി, അത് പൈസയുടെ രൂപത്തിൽ നമുക്ക് രേഖപ്പെടുത്താം. എന്നാൽ ആ രാജൻ ട്രേഡേഴ്സിൽ നല്ലൊരു മാനേജർ ഉണ്ടായിരുന്നു എന്ന് കരുതുക, അല്ലെ നല്ലൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, ആ സ്റ്റാഫ് ഒരു ആക്സിഡന്റിൽ മരിച്ചു. അപ്പോൾ എന്താ പറ്റി? നഷ്ടമുണ്ടായി. എത്ര രൂപ നഷ്ടമുണ്ടായി? അത് കണ്ടെത്താൻ പറ്റില്ല. ഒരാളുടെ മരണം, അതുവഴി ഉണ്ടാകുന്ന ബിസിനസ് ഉണ്ടാകുന്ന നഷ്ടം, ആ ഫാമിലിക്ക് ഉണ്ടാകുന്ന നഷ്ടം നമുക്ക് വിലയിരുത്താൻ പറ്റുകയില്ല. അതാണ് ക്യാഷിന്റെ രൂപത്തിൽ രേഖപ്പെടുത്താൻ പറ്റിയ ട്രാൻസാക്ഷൻസും ഇവന്റ്സും മാത്രമേ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ രേഖപ്പെടുത്താൻ പറ്റുകയുള്ളൂ. ട്രാൻസാക്ഷൻസ് മേ ബി ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ. ട്രാൻസാക്ഷൻ ഇന്റേണൽ ആകാം, എക്സ്റ്റേണൽ ആകാം. ഒരു എക്കണോമിക് ഇവന്റിന് ഒരു എക്സാമ്പിൾ, ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നു. മിസ്റ്റർ രാജൻ ഈസ് എ സോൾ ട്രേഡർ, ഇൻവെസ്റ്റഡ് ₹3 lakh ടു സ്റ്റാർട്ട് എ സ്റ്റേഷനറി ഷോപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ വീടിന് തൊട്ടടുത്ത് ഒരു കടയുണ്ടെന്ന് കരുതുക, ഒരു ഷോപ്പ് ഉണ്ടെന്ന് കരുതുക, അത് രാജൻ ട്രേഡേഴ്സ്, അതാണ് ഇത് കാണുന്നത്. Mr. Rajan, a sole trader, invested ₹3 lakh to start a stationery shop. Okay. On 1/9/2020, he purchased goods worth ₹1,80,000 and sold it for ₹2 lakh during the month September 2020. ഈ സെപ്റ്റംബർ മാസം, സെപ്റ്റംബറിൽ 1,80,000 രൂപയുടെ ഗുഡ്സ് മേടിച്ചു. ബിസിനസ് തുടങ്ങിയതും ഈ സെപ്റ്റംബർ മാസമാണെന്ന് കരുതുക. ആ തുടങ്ങിയ ദിവസം തന്നെ 1,80,000 രൂപയുടെ ഗുഡ്സ് അദ്ദേഹം മേടിച്ചു എന്ന് കരുതുക. ഈ വർഷം ആ മാസം സെപ്റ്റംബർ മാസത്തിൽ അത് മുഴുവൻ വിറ്റ് തീർന്നു എന്നും കരുതുക. 2 ലക്ഷം രൂപയ്ക്ക് വിറ്റ് തീർന്നു. അന്നേരം 1,80,000 രൂപയ്ക്ക് മേടിച്ച ഗുഡ്സ് 2 ലക്ഷം രൂപയ്ക്ക് വിറ്റ് തീർത്തു. സെയിൽസ്, സോൾഡ് ഗുഡ്സ്. ഓക്കെ. ഹി പെയ്ഡ് ₹7,000 as rent for the month. വേറെ സ്റ്റാഫ് ഒന്നും ഇല്ലായിരുന്നു, നമ്മളുടെ ഷോപ്പിന്റെ റെന്റ് ആയിരുന്നു കൊടുക്കാനുണ്ടായിരുന്നത്. ആ റെന്റ് കൊടുത്ത എക്സ്പെൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 7,000 രൂപ ഒരു മാസത്തെ റെന്റ് കൊടുത്തു. ഓൾ ദീസ് ട്രാൻസാക്ഷൻസ് ഡൺ ആസ് പാർട്ട് ഓഫ് രാജൻസ് ബിസിനസ്. ബിസിനസിന്റെ ഭാഗമായിട്ടാണ് ഈ ട്രാൻസാക്ഷൻസ് എല്ലാം നടക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ പെർഫോംഡ് ത്രൂ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ്. ഓൾ ദീസ് ട്രാൻസാക്ഷൻസ് ഡൺ ആസ് പാർട്ട് ഓഫ് രാജൻസ് ബിസിനസ്. ഓക്കെ. രാജൻ naturally wants to know the result of his business activities. ഒരു മാസം ബിസിനസ് നടത്തിയിട്ട് എന്താ ഇത്, ലാഭമാണോ നഷ്ടമാണോ? ഓരോ ഘട്ടം ഘട്ടമായിട്ട് നിശ്ചിത ഇടവേളകളിൽ ബിസിനസിന്റെ പ്രോഫിറ്റിനെ പറ്റി ഒക്കെ ഒരു വിലയിരുത്തൽ നടത്തണം. ബിസിനസിന്റെ പ്രവർത്തനങ്ങളെ പറ്റി ഒരു വിലയിരുത്തൽ നടത്തണം. അക്കൗണ്ടിങ് ഹെൽപ്സ് ദി ബിസിനസ് പീപ്പിൾ വിത്ത് ദിസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ പ്രവർത്തന ഫലമൊക്കെ എങ്ങനെയുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ, അതിനുശേഷം ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ ആ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ, ബിസിനസിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള ഇൻഫോർമേഷൻ നൽകുന്നത് അക്കൗണ്ടന്റ് ആണ്. അതിന് അക്കൗണ്ടിങ്ങിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ട് എന്നാണ് ഇവിടെ പറയുക. ഓക്കെ. നമ്മൾ രാജൻ ട്രേഡേഴ്സിന്റെ കാര്യം ഡിസ്കസ് ചെയ്തിരുന്നല്ലോ. അത് ഒരു ടേബിൾ രൂപത്തിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, രാജൻ ട്രേഡേഴ്സിന്റെ
ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് ഒരു ടേബിൾ രൂപത്തിൽ കൊടുത്തിരിക്കുകയാണ്. രാജൻ ട്രേഡേഴ്സിന്റെ സെപ്റ്റംബർ മാസത്തെ സെയിൽസ് എന്ന് പറയുന്നത് ഗുഡ്സ് പർച്ചേസ് ചെയ്ത് കംപ്ലീറ്റ് വിറ്റുപോയി. 2 ലക്ഷം രൂപ കിട്ടി. 2 lakh റുപ്പീസിന്റെ സെയിൽസ് ആണ്. പർച്ചേസ് കോസ്റ്റ് എന്ന് പറയുന്നത് 1,80,000 റുപ്പീസ് ആണ്. അതായത് ഗുഡ്സ് വിൽക്കാൻ വേണ്ടി മേടിക്കുന്നതിനാണ് ഗുഡ്സ് എന്ന് പറയുക. ആ വിൽക്കാൻ വേണ്ടി മേടിക്കുന്ന പ്രോസസ്സിനാണ് ഗുഡ്സ് മേടിക്കുന്ന പ്രോസസ്സിനാണ് പർച്ചേസ് എന്ന് പറയുക. ഓക്കെ, അന്നേരം പർച്ചേസ് കോസ്റ്റ് ആയിട്ട് 1,80,000 റുപ്പീസ് ചിലവായിട്ടുണ്ട്. അതുപോലെ ആ ബിൽഡിങ്ങിന്റെ റെന്റ് 7,000 രൂപ കൊടുക്കേണ്ടി വന്നു. ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 1,87,000 റുപ്പീസ് എന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് സെയിൽസ് ആണ് 2 lakh റുപ്പീസ്. 2 ലക്ഷം രൂപ വരുമാനവും 1,87,000 രൂപ കോസ്റ്റും. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസിന്റെ എല്ലാം പരിണത ഫലം ഔട്ട്കം എന്ന് പറയുന്നതാണ് ഇവന്റ് എന്ന് പറയുന്നത് 13,000 സർപ്ലസ്. ബിസിനസ് സ്ഥാപനം 13,000 രൂപ ബാലൻസ് മിച്ചം സർപ്ലസ് എന്ന് പറയും. സർപ്ലസ് പ്രോഫിറ്റ്. ഇനി എന്തെങ്കിലും ചെലവുണ്ടെങ്കിൽ ആ ചെലവും കൂടെ തട്ടിക്കഴിക്കേണ്ടി വരും. പക്ഷേ ഇവിടെ ഈ ബിസിനസ് സ്ഥാപനത്തിന്റെ ചെലവായിട്ട് ഈ പറയുന്ന റെന്റും പർച്ചേസും മാത്രമേ നമ്മുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ബിസിനസ് സ്ഥാപനത്തിന്റെ ഔട്ട്കം അല്ലെങ്കിൽ ഈ ട്രാൻസാക്ഷന്റെ ഔട്ട്കം എന്ന് പറയുന്നത് 13,000 സർപ്ലസ്. ഇൻ ദി അബവ് എക്സാമ്പിൾ there are different types of transactions takes place. ഈ ഇവന്റ് നടക്കുന്നതിന് പിന്നിൽ നിരവധി ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്. ഈ ട്രാൻസാക്ഷൻ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദ ഓണർ ഇൻ ദ ബിസിനസ് തുടങ്ങാൻ ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിനാണ് ക്യാപിറ്റൽ എന്ന് പറയുക. പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് റെന്റ് പെയ്ഡ്. ആ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഗുഡ്സ് പർച്ചേസ് ചെയ്തു, അതൊരു ട്രാൻസാക്ഷൻ ആണ്. നമ്മൾ വിൽപ്പന നടത്തി, സെയിൽസ് നടത്തി, അത് മറ്റൊരു ട്രാൻസാക്ഷൻ ആണ്. റെന്റ് പെയ്ഡ് അത് മറ്റൊരു ട്രാൻസാക്ഷൻ ആണ്. ഈ ട്രാൻസാക്ഷന്റെ എല്ലാം പ്രത്യേകത എന്താ? അത് നമുക്ക് മോണിറ്ററി വാല്യൂ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ക്യാഷിന്റെ രൂപത്തിൽ പൈസ എത്രയാണെന്ന് വിലയിരുത്താൻ പറ്റും, അത് കണ്ടെത്താൻ പറ്റും, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, പൈസയുടെ രൂപത്തിൽ നമുക്ക് രേഖപ്പെടുത്താൻ പറ്റും. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ രേഖപ്പെടുത്താൻ പറ്റുള്ളൂ. ഓൾസോ there is an event takes place in Rajan Traders as a result of these transactions. Here the outcome earned a profit of rupees 13,000. 13,000 രൂപ ലാഭം നേടി. അതാണ് ഒരു ഇവന്റ്. ഈ ട്രാൻസാക്ഷന്റെ എല്ലാം ഔട്ട്കം ആണ് ഇവന്റ് എന്ന് പറയുന്നത്. അത് 13,000 റുപ്പീസ് ലാഭം നേടി എന്നുള്ളതാണ് ഇവന്റ്. അതാ എക്കണോമിക് ഇവന്റ് മാത്രമേ ഇതിന്റെ അകത്ത് രേഖപ്പെടുത്തുള്ളൂ എന്ന് പറയുന്നു. അന്നേരം എന്താ നോൺ എക്കണോമിക് ഇവന്റിന്റെ എക്സാമ്പിൾ എന്താ? ഇപ്പോൾ രാജൻ ട്രേഡേഴ്സിന്റെ സിൻസിയർ ആയിട്ടുള്ള ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു എന്ന് കരുതുക. അങ്ങനെ വരുമ്പോൾ ആ രാജൻ ട്രേഡേഴ്സിന് എത്ര രൂപയുടെ നഷ്ടമുണ്ടായി ആ സ്റ്റാഫിന്റെ മരണം വഴി? അത് നമുക്ക് വിലയിരുത്താൻ പറ്റുകയില്ല, അത് കണ്ടെത്താൻ പറ്റുകയില്ല. കാരണം ഒരു വ്യക്തിയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു മനുഷ്യജീവന്റെ വില നിശ്ചയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് പൈസയുടെ രൂപത്തിൽ രേഖപ്പെടുത്താൻ പറ്റില്ല. മോണിറ്ററി വാല്യൂ എത്രയാണെന്ന് തിട്ടപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് അത് ബിസിനസ് സ്ഥാപനത്തില് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്താനും പറ്റില്ല. അതാണ് ഡെഫിനിഷനിൽ പറയുന്നത്. ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫൈനാൻഷ്യൽ ക്യാരക്ടർ. അതാണ് പൈസയുടെ രൂപത്തിൽ മോണിറ്ററി ടേംസിൽ രേഖപ്പെടുത്താൻ മെഷർ ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസും ഇവന്റ്സും മാത്രമേ രേഖപ്പെടുത്താൻ പറ്റുകയുള്ളൂ. അതാണ് ഇവന്റ്സ്, ട്രാൻസാക്ഷൻസ്. ഇവയെ പറ്റിയൊക്കെ ഒരു ധാരണയായി നിങ്ങൾക്ക് വരുന്നുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് റോൾ ഓഫ് അക്കൗണ്ടിങ് ജസ്റ്റ് ഒന്ന് നോക്കുക. Accounting is responsible for identifying and recording all business transactions takes place in a business. നമ്മൾ പറഞ്ഞു ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പല ട്രാൻസാക്ഷൻസ് നടക്കും, പല ഇവന്റ്സും നടക്കും. ഈ ട്രാൻസാക്ഷൻസും ഇവന്റ്സും എക്കണോമിക് മോണിറ്ററി ടേംസിൽ രേഖപ്പെടുത്താൻ പറ്റുന്നതാണെങ്കിൽ രേഖപ്പെടുത്തി അതിന്റെ റിസൾട്ട് കണ്ടെത്തി അത് എൻഡ് യൂസേഴ്സിന്, ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉപയോഗിക്കുന്നവർക്ക് എത്തിച്ചു കൊടുത്ത് അവർക്ക് വേണ്ടപ്പെട്ട ഡിസിഷൻ മേക്കിങ്ങിനെ, കറക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ, സമയാസമയങ്ങളിൽ എത്തിച്ചു കൊടുത്ത് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ഒരു ഡ്യൂട്ടി, ഒരു ഫംഗ്ഷൻ അക്കൗണ്ടിങ്ങിനുണ്ട്. അതാണ് പറയുന്നത് അക്കൗണ്ടിങ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഐഡന്റിഫൈയിങ് ആൻഡ് റെക്കോർഡിംഗ് ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് ടേക്സ് പ്ലേസ് ഇൻ എ ബിസിനസ്. ഇറ്റ് പ്രൊവൈഡ് നെസസറി ഇൻഫർമേഷൻ ടു മാനേജേഴ്സ്, ഓണേഴ്സ് എക്സെട്ര ടു ടേക്ക് റൈറ്റ് ഡിസിഷൻ ഓൺ ടൈം. കറക്റ്റ് തീരുമാനങ്ങൾ എടുക്കാൻ മാനേജേഴ്സിനെ സഹായിക്കുന്നതാണ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ. ബിസിനസ് ട്രാൻസാക്ഷൻസ്. ദ ടേം ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻവോൾവ് ബൈയിങ്, സെല്ലിംഗ് ഓർ അതർ എക്സ്ചേഞ്ച് ഇൻ വാല്യൂ. ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നാൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതാകാം ബൈയിങ്, അല്ലെങ്കിൽ ഗുഡ്സ് വിൽക്കുന്നതാകാം സെല്ലിംഗ്, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും
ക്യാഷിന്റെ മോണിറ്ററി ടൈംസിൽ രേഖപ്പെടുത്താവുന്ന മറ്റെന്തെങ്കിലും എക്സ്ചേഞ്ച് ആകാം. ഇൻ എ ബിസിനസ് ട്രാൻസാക്ഷൻ ദർ ഷുഡ് ബി 2 entities. ഒരു ബിസിനസ് ട്രാൻസാക്ഷനിൽ 2 എൻറ്റിറ്റി ഉണ്ടായിരിക്കണം. ഒരു എൻറ്റിറ്റി എപ്പോഴും ബിസിനസ് ആയിരിക്കും. ഇറ്റ്സ് വാല്യൂ ഷുഡ് ബി മെഷറബിൾ ഇൻ ടേംസ് ഓഫ് മണി. ആ ട്രാൻസാക്ഷനിൽ നടക്കുന്ന കാര്യങ്ങൾ ക്യാഷിന്റെ രൂപത്തിൽ മോണിറ്ററി ടൈംസിൽ വാല്യൂ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. എ ട്രാൻസാക്ഷൻ ഈസ് two-way process in which value is transferred from one party to another. ഒരു ട്രാൻസാക്ഷനിലെ two-way പ്രോസസ് ആണ്. അതായത് ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടണം വാല്യൂ. പർച്ചേസ്ഡ് ഗുഡ്സ് വർത്ത് ₹2000 ഫ്രം രാജൻ. നമ്മളുടെ ബിസിനസ് സ്ഥാപനം 2000 രൂപ വിലയുള്ള ഗുഡ്സ് രാജൻ ട്രേഡേഴ്സിൽ നിന്ന് മേടിച്ചു, ബൈ ചെയ്തു. ഇവിടെ 2 പാർട്ടികളുണ്ട്. ഒരു എൻറ്റിറ്റി എന്ന് പറയുന്ന ബിസിനസ്സും മറ്റേ എൻറ്റിറ്റി എന്ന് പറയുന്നത് രാജൻ ട്രേഡേഴ്സും. ഇവിടെ ഗുഡ്സ് കൈമാറ്റം ചെയ്യപ്പെട്ടു. നമ്മൾക്ക് ഗുഡ്സ് കിട്ടി, പകരം നമ്മൾ ക്യാഷ് അങ്ങോട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ പിന്നീട് കൊടുക്കാമെന്നുള്ള രീതിയിൽ ഒരു ബാധ്യതയിൽ ക്രെഡിറ്റർ എന്ന് പറയും. അതൊക്കെ പിന്നീട് പഠിക്കും. അന്നേരം ഇങ്ങനെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും 2 എൻറ്റിറ്റികൾ തമ്മിലുള്ള മോണിറ്ററി ടൈംസിൽ രേഖപ്പെടുത്താവുന്ന എന്തെങ്കിലും ഇടപാടുകൾ ഇവിടെ ഇപ്പം പർച്ചേസ് ആണ് നടന്നത്. ഓക്കെ, അടുത്ത സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹5000. 5000 രൂപയുടെ ഗുഡ്സ് നമ്മൾ ഒരു കസ്റ്റമർക്ക് കൊടുത്തു. കസ്റ്റമർക്ക് കൊടുത്തപ്പോഴും ഇവിടെ എത്ര രൂപയുടെ ഗുഡ്സ് വാല്യൂ മെഷർ ചെയ്യാം. 5000 രൂപ വിലയുള്ള ഗുഡ്സ് കൊടുത്തു, 5000 രൂപയ്ക്ക് ഗുഡ്സ് വിറ്റു. അപ്പോൾ നമ്മൾക്ക് 5000 രൂപ കിട്ടി. ബിസിനസ്സിന് 5000 രൂപ കിട്ടി. 2 എൻറ്റിറ്റി ഉണ്ട്, ഒന്ന് ബിസിനസ്സും ഒന്ന് കസ്റ്റമറും. മറ്റേ രണ്ടാമത്തെ പാർട്ടിക്ക് എന്ത് കിട്ടി? പകരം ഗുഡ്സ് കിട്ടി. സാലറി പെയ്ഡ് ₹10,000. 10000 രൂപയുടെ സാലറി കൊടുത്തു എംപ്ലോയിക്ക് സാലറി കൊടുത്തു. എത്ര രൂപ കൊടുത്തു? നമുക്ക് ക്യാഷിന്റെ രൂപത്തിൽ രേഖപ്പെടുത്താം. അല്ലാതെ ഒരു ഷെയ്ക്ക് കൊടുത്തു, ജോലി ചെയ്ത് കൊള്ളാം, നന്നായിട്ടുണ്ട്, അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് രേഖപ്പെടുത്താൻ പറ്റില്ല. ഇത് ക്യാഷിന്റെ രൂപത്തിൽ രേഖപ്പെടുത്താവുന്ന എന്തെങ്കിലും പ്രതിഫലം കൊടുത്തെങ്കിൽ മാത്രമേ രേഖപ്പെടുത്താൻ പറ്റുകയുള്ളൂ. ഫർണിച്ചർ പർച്ചേസ്ഡ് ഫ്രം എ ലിമിറ്റഡ് ₹8,000. 8,000 റുപ്പീസിന്റെ ഫർണിച്ചർ എ ലിമിറ്റഡിന്റെ അടുത്ത് നിന്ന് മേടിച്ചു. അനിൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹60,000. 60,000 രൂപ മുതൽ മുടക്കി അനില് ബിസിനസ് തുടങ്ങി. ഇവയെല്ലാം ട്രാൻസാക്ഷൻസ് ആണ്. ഈ ട്രാൻസാക്ഷൻസിലെല്ലാം നമുക്ക് മോണിറ്ററി ടൈംസിൽ അതിനെ വിലയിരുത്താൻ പറ്റും, അതിന്റെ വാല്യൂ നിശ്ചയിക്കാൻ പറ്റും, വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് രേഖപ്പെടുത്തിയത്. എ ബിസിനസ് ട്രാൻസാക്ഷൻ മേ ബി എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ. ബിസിനസ് ട്രാൻസാക്ഷൻ എക്സ്റ്റേണൽ ആകാം, ഇന്റേണൽ ആകാം. എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ between business organization and an outsider is called external transaction. ബിസിനസ്സും ഔട്ട്സൈഡറും തമ്മിലുള്ള ഒരു ഇടപാടാണെങ്കിൽ, ക്യാഷിന്റെ രൂപത്തിൽ മോണിറ്ററി ടൈംസിൽ രേഖപ്പെടുത്താവുന്ന ഒരു ഇടപാടാണെങ്കിൽ അതാണ് എക്സ്റ്റേണൽ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുക. ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് സച്ച് ട്രാൻസാക്ഷൻസ്. നേരത്തെ പറഞ്ഞു തന്നെ, പർച്ചേസ് ഗുഡ്സ് ഫ്രം സപ്ലയേഴ്സ്, സോൾഡ് ഗുഡ്സ് ടു കസ്റ്റമേഴ്സ്, റെന്റ് പെയ്ഡ് ടു ബിൽഡിംഗ് ഓണർ, ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് പെയ്ഡ്. ഇവയെല്ലാം ബിസിനസ്സും മറ്റൊരു പാർട്ടിയും, ബിസിനസ്സിന് പുറത്തുള്ള മറ്റൊരു പാർട്ടിയും തമ്മിലുള്ള ഇടപാടുകളാണ്. ഇവയെല്ലാം ക്യാഷിന്റെ രൂപത്തിൽ മോണിറ്ററി ടൈംസിൽ രേഖപ്പെടുത്താവുന്നതായിരിക്കണം. 2 എൻറ്റിറ്റി ഉണ്ടാകണം, ക്യാഷിന്റെ രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതായിരിക്കും, മോണിറ്ററി ടൈംസിൽ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇവയാണ് എക്സ്റ്റേണൽ ബിസിനസ് ട്രാൻസാക്ഷൻ. ഇന്റേണൽ ട്രാൻസാക്ഷൻസ്. An internal transaction is one that occurs entirely between the internal wings of an enterprise. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഇന്റേണൽ വിങ് എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്ഥാപനത്തിനുള്ളിലെ 2 ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഒരു ഇടപാടാണെങ്കിൽ അത് ഇന്റേണൽ ട്രാൻസാക്ഷൻ ആണ്. സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് ഫ്രം സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പ്രൊഡക്ഷൻ, നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫാക്ടറിയിലൊക്കെ ആണെങ്കിൽ അത് വെയർഹൗസിലേക്കായിരിക്കും കൊണ്ടുപോവുക, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിലായിരിക്കും. പിന്നീട് പ്രൊഡക്ഷന്റെ സമയമാകുമ്പോൾ അതാത് ദിവസത്തെ പ്രൊഡക്ഷന് വേണ്ട റോ മെറ്റീരിയൽസ് മാത്രം സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാനുഫാക്ചറിങ് അല്ലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യും. അത് ഒരു ഇന്റേണൽ ട്രാൻസാക്ഷൻ എക്സാമ്പിൾ ആണ്. നേച്ചർ ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷനെ ബേസ് ചെയ്ത് നമുക്ക് ഒരു അക്കൗണ്ടിങ്ങിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന്റെ നേച്ചർ എന്താണെന്ന് നമുക്കൊന്ന് പഠിക്കാൻ ശ്രമിക്കാം. അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫൈനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് thereof. ഇതാണ് അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ. ആ ഡെഫിനിഷനെ ബേസ് ചെയ്ത് ഏതൊക്കെയാണ് അക്കൗണ്ടിങ്ങിന്റെ ഫീച്ചേഴ്സ്, നേച്ചർ എന്ന് നമുക്ക് നോക്കാം.
ഐഡന്റിഫൈങ് ആൻഡ് റെക്കോർഡിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ എക്കണോമിക് ഇവന്റ്സ്. നമ്പർ 2, ക്ലാസിഫൈങ്. Then summarizing. Number 4, analysis and interpretation. Last one, communicating. First one, identifying and recording financial transactions. നിങ്ങൾ ബിസിനസ് സ്ഥാപനത്തിലെ അക്കൗണ്ടന്റ് ആണല്ലോ. നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൽ നിരവധി ട്രാൻസാക്ഷൻസ് നടക്കുന്നതായിട്ടൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട്. ഗുഡ്സ് പർച്ചേസ് ചെയ്യും, കൂടിയ വിലയ്ക്ക് വിൽക്കും, മറ്റ് പല എക്സ്പെൻസുകൾ, ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കേണ്ടി വരും, ടെലിഫോൺ ബില്ല് അടയ്ക്കേണ്ടി വരും, എംപ്ലോയീസിന് സാലറി കൊടുക്കേണ്ടി വരും. അതുപോലെ നമുക്ക് ചിലപ്പോൾ ബിസിനസ് സ്ഥാപനത്തിലേക്ക് അസറ്റ് പർച്ചേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ നിരവധി ട്രാൻസാക്ഷൻസ് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, നല്ലൊരു സ്റ്റാഫ് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ജോലിയിൽ പ്രവേശിച്ചു, പക്ഷേ അതുവഴി എത്ര രൂപ നേട്ടം ഉണ്ടാവും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. നേരം ബിസിനസ് സ്ഥാപനത്തിൽ പല ട്രാൻസാക്ഷൻസും പല ഇവന്റ്സും നടക്കും. ബിസിനസ്സിൽ രേഖപ്പെടുത്താവുന്ന ട്രാൻസാക്ഷൻസ് മോണിറ്ററി ടൈംസിൽ വാല്യൂ ചെയ്യാവുന്ന ഏതൊക്കെയാണോ ആ ട്രാൻസാക്ഷൻസ് എല്ലാമാണ് ബിസിനസ്സിൽ രേഖപ്പെടുത്താൻ സാധിക്കുക. ഇവിടെ ഒന്ന് നോക്കിയേ. 1/1/2020 സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹1 lakh. 1 ലക്ഷം രൂപ ക്യാപിറ്റലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് ക്യാപിറ്റലായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് തുടങ്ങി. അതൊരു ട്രാൻസാക്ഷൻ ആണ്. അതൊരു രേഖപ്പെടുത്താവുന്ന ട്രാൻസാക്ഷൻ ആണ്. കാരണം എത്ര രൂപ മുതൽ മുടക്കി? 1 ലക്ഷം രൂപ മുതൽ മുടക്കി. അത് മോണിറ്ററി ടൈംസ് നമുക്ക് രേഖപ്പെടുത്താവുന്നതാണ്. വേറൊരു ട്രാൻസാക്ഷൻ നോക്കി. പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹5,000. 5000 രൂപയുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അത് മറ്റൊരു ട്രാൻസാക്ഷൻ ആണ്. ബിസിനസ്സിൽ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്ന ജേണൽ എന്ന് പറയുന്ന ബുക്കിലാണ്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 1 lakh ടു ക്യാപിറ്റൽ അക്കൗണ്ട് 1 lakh. ഈ രേഖപ്പെടുത്തുന്ന ഇതിനാണ് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. പിന്നീട് പഠിക്കും. ഈ എഴുതുന്ന പ്രോസസ്സിനാണ് ജേണലൈസിങ് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചെന്ന് മാത്രം. പിന്നീട് ആ സെക്ഷൻ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ്, ക്ലാസിഫൈങ്. അക്കൗണ്ടിങ്ങിന്റെ മറ്റൊരു ഫീച്ചറാണ് ക്ലാസിഫിക്കേഷൻ, ക്ലാസിഫൈങ്. ആഫ്റ്റർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ജേണൽ, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ക്ലാസിഫിക്കേഷൻ. നമ്മൾ പ്രൈം ബുക്കായ ജേണലിലാണ് ആദ്യമേ ട്രാൻസാക്ഷൻസ് മോണിറ്ററി ടൈംസിൽ വിലയിരുത്താവുന്ന ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുക. ആ ട്രാൻസാക്ഷൻ എല്ലാം ഒരേ സ്വഭാവമുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം ഒരു അക്കൗണ്ടിന്റെ കീഴിലേക്ക് മാറ്റണം. അതിനാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആഫ്റ്റർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ജേണൽ, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ക്ലാസിഫിക്കേഷൻ. Classification is the systematic analysis of the recorded data with a view to bringing together items of similar nature at one place. ഒരേ സ്വഭാവമുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം ഒരു പർട്ടിക്കുലർ പ്ലേസ്, അതിന് അക്കൗണ്ട് എന്ന് പറയും, ഒരു അക്കൗണ്ടിന്റെ കീഴിലേക്ക് വീണ്ടും റെക്കോർഡ് ചെയ്യുന്നതിനാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അക്കൗണ്ട് ഈസ് എ പ്ലേസ് വെയർ ട്രാൻസാക്ഷൻസ് ഓഫ് സിമിലർ നേച്ചർ ആർ റെക്കോർഡഡ്. നിങ്ങൾ പിന്നീട് പഠിക്കുമ്പോൾ മനസ്സിലാകും. ബിസിനസ്സിൽ പല അക്കൗണ്ടുകളുണ്ട്. ക്യാഷ് അക്കൗണ്ട് ഉണ്ട്, പർച്ചേസ് അക്കൗണ്ട് ഉണ്ട്, സെയിൽസ് അക്കൗണ്ട് ഉണ്ട്, മിഷനറി അക്കൗണ്ട് ഉണ്ട്. നേരം ക്യാഷ് അക്കൗണ്ടിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് എല്ലാമാണ് രേഖപ്പെടുത്തുന്നത്. ക്യാഷ് ട്രാൻസാക്ഷൻസ് എല്ലാം രേഖപ്പെടുത്തുന്ന അക്കൗണ്ടാണ് ക്യാഷ് അക്കൗണ്ട്. ഗുഡ്സ് പർച്ചേസ് ചെയ്തത്, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പർച്ചേസും രേഖപ്പെടുത്തുന്നത് പർച്ചേസ് അക്കൗണ്ടിലാണ്. ഗുഡ്സ് വിറ്റത്, സെയിൽസ്, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം സെയിൽസ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തും. അങ്ങനെ ജേണലിൽ നിന്ന് ഒരേ സ്വഭാവമുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വീണ്ടും മാറ്റുന്നുണ്ട്. അതിനാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആ പോസ്റ്റിംഗ് നടത്തുന്നത് അത് അക്കൗണ്ടിങ്ങിന്റെ മറ്റൊരു സ്വഭാവമാണ്. ആദ്യമേ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് മോണിറ്ററി ടൈംസിൽ വിലയിരുത്താൻ പറ്റുന്നതാണ് രേഖപ്പെടുത്തും. രണ്ടാമതായി രേഖപ്പെടുത്തിയ ട്രാൻസാക്ഷൻ തരംതിരിക്കും. അതിനാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. അതും അക്കൗണ്ടിങ്ങിലെ ഒരു സ്വഭാവമാണ്. നമ്പർ 3, സമ്മറൈസിംഗ്. This involves presenting the classified data in a manner which is understandable and useful for internal as well as external users of accounting system. സമ്മറൈസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലെഡ്ജറിൽ ഓരോ അക്കൗണ്ടിന്റെ കീഴിൽ നമുക്ക് ഓരോ ഇൻഫർമേഷൻ കിട്ടും. അതായത് ക്യാഷ് ബാലൻസ് ഇത്ര, ടോട്ടൽ പർച്ചേസ് ഇത്ര, ടോട്ടൽ സെയിൽസ് ഇത്ര, ടോട്ടൽ സാലറി എക്സ്പെൻസ് ഇത്ര, ബാങ്കിൽ ഇത്ര രൂപ ബാലൻസ് ഉണ്ട്. ഇങ്ങനെ കിട്ടിയത് കൊണ്ട് നമുക്കൊരു ബിസിനസ് സ്ഥാപനത്തിന്റെ ലാഭമോ നഷ്ടമോ കറക്റ്റ് ആയിട്ട് എത്രയാണെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റില്ല. ഇങ്ങനെ ബാലൻസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് പറയാതെ അതിനെ ഒരു യൂസേഴ്സിന് മനസ്സിലാകുന്ന രീതിയിൽ സിംപ്ലിഫൈ ചെയ്ത് അത് സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ സമ്മറൈസ് ചെയ്യണം. ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്നതിനാണ് സമ്മറൈസിംഗ് എന്ന് പറയുന്നത്.
This involves presenting the classified data in a manner which is understandable and useful for internal as well as external users of accounting system. അക്കൗണ്ടിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന ആളുകൾക്ക്, അക്കൗണ്ടിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നവർ ആരൊക്കെയാണ്? മാനേജേഴ്സ് ഉണ്ടാകാം, ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാകാം, ഗവൺമെന്റ് ഉണ്ടാകാം, ഇൻകം ടാക്സ് അതോറിറ്റീസ് ഉണ്ടാകാം, സപ്ലയേഴ്സ് ഉണ്ടാകാം, കസ്റ്റമേഴ്സ് ഉണ്ടാകാം. ഇവർക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിലും ഇവർക്കൊക്കെ വേണ്ട ഇൻഫർമേഷൻ കിട്ടത്തക്ക രീതിയിലും ഈ ഡേറ്റ സമ്മറൈസ് ചെയ്ത് പ്രസന്റ് ചെയ്യുന്നതിനാണ് സമ്മറൈസിംഗ് എന്ന് പറയുക. സമ്മറൈസിംഗ് ലീഡ്സ് ടു ദി പ്രിപ്പറേഷൻ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്: ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. നെക്സ്റ്റ് വൺ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ജേണലിൽ റെക്കോർഡ് ചെയ്തു ട്രാൻസാക്ഷൻസ്, ദെൻ ലെഡ്ജറിൽ ക്ലാസിഫൈ ചെയ്തു, ദെൻ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും വരച്ചു, സമ്മറൈസിംഗ് എന്ന് പറഞ്ഞ സ്റ്റെപ്പില്. അടുത്തത് അതിന്റെ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ. അതായത് നമ്മൾ ഒരു ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ച് നെറ്റ് പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ് ഒക്കെ കണ്ടെത്തി. ബാലൻസ് ഷീറ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ ഫിനാൻഷ്യൽ പൊസിഷൻ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തു. അതിന്റെ വിവിധ ഹെഡുകളായിട്ട് തിരിച്ച് ആളുകൾക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ വളരെ സിംപ്ലിഫൈ ചെയ്ത് ഓരോ സെക്ടറും, കറന്റ് അസറ്റ് ഇത്ര, ഫിക്സഡ് അസറ്റ് ഇത്ര, അതുപോലെ ഓരോ പ്രോപ്പർ ഹെഡിങ് ഒക്കെ കൊടുത്ത് അതേ വേണ്ട രീതിയിൽ ആളുകൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ അതിനെ അനലൈസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് വിശകലനം ചെയ്ത് എൻഡ് യൂസേഴ്സിന്, മാനേജേഴ്സിനും ഓണേഴ്സിനൊക്കെ തീരുമാനം എടുക്കാവുന്ന ആ ഒരു ലെവലിലേക്ക് ആ റിസൾട്ടിനെ എത്തിച്ചു കൊടുക്കുന്ന ആ പ്രോസസ്സിനാണ്, അങ്ങനെ അവതരിപ്പിക്കുന്നതിനാണ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. നെക്സ്റ്റ് വൺ, കമ്മ്യൂണിക്കേറ്റിംഗ്. ഫൈനലി, accounting involves communicating financial data to its users. Users include owners, managers, employees, investors, creditors, etc. The accounting information should be communicated to the right person at the right time to take right decision. ഈ ഫിനാൻഷ്യൽ ഡേറ്റ നമ്മൾ ഈ റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. അത് എത്തേണ്ടവരിൽ എത്തിക്കണം, എത്തേണ്ട രീതിയിൽ എത്തിക്കണം, എത്തേണ്ട സമയത്ത് എത്തിക്കണം. The accounting information should be communicated to the right person at the right time to take right decision. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തേ. യെസ്, നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷനെ ബേസ് ചെയ്താണ് ഈ ക്ലാസ് നടത്തിയത്. അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷനിലെ രണ്ട് പ്രധാനപ്പെട്ട ടേംസ്: ബിസിനസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ്. ബിസിനസ് ട്രാൻസാക്ഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു, അതുപോലെ എക്കണോമിക് ഇവന്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷനുമായിട്ട് ബന്ധപ്പെട്ട് അക്കൗണ്ടിങ്ങിന്റെ സ്വഭാവം എന്താണ്, അക്കൗണ്ടിങ്ങിന്റെ ഫീച്ചേഴ്സ്, നേച്ചർ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു അക്കൗണ്ടിങ്ങിന്റെ നേച്ചർ? ഫസ്റ്റ് വൺ, റെക്കോർഡിംഗ്. നമ്പർ 2, ക്ലാസിഫൈങ്. നമ്പർ 3, സമ്മറൈസിങ്. നമ്പർ 4, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ. ലാസ്റ്റ് വൺ, കമ്മ്യൂണിക്കേറ്റിംഗ്. ഇവയൊക്കെയാണ് അക്കൗണ്ടിങ്ങിന്റെ ഫീച്ചേഴ്സ്, അക്കൗണ്ടിങ്ങിന്റെ സ്വഭാവം. ഇനി അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.